കാളികാവ് നരഭോജിക്കടുവ ദൗത്യം ഇന്ന് 8ാം ദിവസവും വനംവകുപ്പ് ഊർജിതമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തെ സാധാരണക്കാരായിട്ടുള്ള നിരവധി ജനങ്ങളും ടാപ്പിംഗ് തൊഴിലാളികളുമെല്ലാം ജോലി ചെയ്യുന്ന മേഖലയ്ക്ക് സമീപത്താണ് ഇന്നലെ കടുവയെ കണ്ടത്. സുൽത്താൻ എസ്റ്റേറ്റിന് സമീപം സ്ഥാപിച്ച വനംവകുപ്പിന്റെ ക്യാമറയിൽ ഇന്ന് രാവിലെയും കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. നിരവധി എസ്റ്റേറ്റ് തൊഴിലാളികളും മറ്റും താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളും ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണ്. കേരള എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള ജനവാസ കേന്ദ്രത്തിന്റെ തൊട്ടടുത്തുകൂടെയാണ് ഈ അരുവി ഒഴുകി പോകുന്നത്. ഇതിന്റെ പല ഭാഗങ്ങളിലും കടുവ വെള്ളം കുടിക്കാനായി എത്തുന്നത് ഇവിടുത്തെ ജനങ്ങൾ നേരിട്ട് കണ്ടതായി പറയുന്നു. പ്രദേശത്തെ തോട്ടം തൊഴിലാളികളും ജനങ്ങളും ഏറെ പേടിയിലും ആശങ്കയിലുമാണ്. നമ്മളിവിടെ കൊല്ലങ്ങളായിട്ട് 10-40 കൊല്ലമായിട്ട് ഇവിടെ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാർ. നമ്മളെ രാവിലെ 5 മണിക്ക് വന്ന് ടാപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ പള്ള പ്രശ്നമാണ്, പോരാതെക്കാനും പറ്റൂല, എന്നാ പോരുമാണ്. അങ്ങനെ ഞങ്ങൾ പേടിച്ച് വളരെ പേടിയോട് കൂടിയാണ് ഞങ്ങളെല്ലാവരും. ഒക്കെ സ്ത്രീകളും വയസ്സായ ആൾക്കാരും 10-50-60 ഒക്കെ വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മേലധികാരികൾ ഇതിന് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഇതിനെ തീരുമാനം എടുത്ത്, ഇപ്പോൾ എസ്റ്റേറ്റിലാണെങ്കിൽ ഇപ്പോൾ ടാപ്പിംഗ് തുടങ്ങിയിട്ടുള്ളൂ. 2-3 മാസമായിട്ട് ഞങ്ങളൊക്കെ പണിയില്ലാതെ കഷ്ടപ്പാടിലായിരുന്നു. ഇപ്പോൾ പണി തുടങ്ങിയതാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്നൊക്കെ ഞങ്ങൾ പണിക്ക് പോയി നിൽക്കണ തന്നെ വളരെ പേടിയോട് കൂടിയാണ്. 2-3 കുട്ടികളെ ഒരു വാപ്പ മരിച്ചു. അവർക്ക് ആരും എത്ര പൈസ കിട്ടിയാലും നമ്മളൊരു ജീവൻ നഷ്ടപ്പെട്ടതിന് പകരാവില്ല. വകുപ്പ് മന്ത്രിയൊക്കെ ഇതിന് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ തീരുമാനം എടുത്ത് ഞങ്ങളെ ജോലി തുടർന്ന് ചെയ്യാല്ലേ ഒരു സംവിധാനം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.